In the computer aided designing lab, നമ്മൾ ബേസിക്കലി പഠിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പോർഷൻ എന്ന് വെച്ചാൽ അതിൽ ഡ്രോയിങ് ദ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ഓഫ് ബീംസ്, സ്ലാബ്സ് ആൻഡ് ഫൗണ്ടേഷൻസ് ആണ്. ബേസിക്കലി ത്രൂ ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മൾ ഇതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നത്. വി ആൾറെഡി നോ ദാറ്റ് ദ ടൈപ്സ് ഓഫ് ബീംസ് ഏതൊക്കെ നമുക്കറിയാം, വിച്ച് ഈസ് ഫിക്സഡ് ബീംസ്, കണ്ടിന്യൂസ് ബീം ആൻഡ് സിംപ്ലി സപ്പോർട്ട് ബീംസ്. ആൻഡ് ബേസിക്കലി ദിസ് ബീംസ് ഹാസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദം. ബേസിക്കലി അതിൻ്റെ ഡ്രോയിങ് ആണ് നമ്മൾ ബേസിക്കലി ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന രണ്ട് ഹാൻഡ് ബുക്സ് ആണ് XP16 ആൻഡ് IS13920 എന്ന് പറഞ്ഞ കോഡ്. ബേസിക്കലി ഡെവലപ്മെൻറ്റ് ലെന്തും കർട്ടൈൽമെൻറ്റ് ലെന്തും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അതായത് ടോപ്പ് റീഇൻഫോഴ്സ്മെൻറ്റും ബോട്ടം റീഇൻഫോഴ്സ്മെൻറ്റും എവിടെ വെച്ച് കട്ടൈൽ ചെയ്യാം. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് രണ്ട് ഹാൻഡ് ബുക്സ്. And there is another detailing handbook called as SP34 also. Based on that and based on AutoCAD software, we will be drafting the different types of beams. Next we are going to study how to reinforcement detail a continuous beam. നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഹാൻഡ് ബുക്കാണ് SP34. SP34 എങ്ങനെയാണ് ടോപ്പ് ബാർ റീഇൻഫോഴ്സ്മെൻറ്റും ബോട്ടം ബാർ റീഇൻഫോഴ്സ്മെൻറ്റും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിൽ SP34 ഈ പർട്ടിക്കുലർ സെക്ഷൻ ഹാൻഡ് ബുക്കിൽ ബീമിൻ്റെ സെക്ഷനിൽ ഈ പർട്ടിക്കുലർ കാണുന്ന പേജിലോട്ട് പോയാൽ അവിടെ എവിടെയൊക്കെയാണ് നമ്മുടെ ബാർ കർട്ടൈൽ ചെയ്യാം, അതായത് എവിടം വരെ കൊടുക്കാം എന്നുള്ളതിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഫിഗർ കാണാം. അതായത് ഇറ്റ് ഈസ് സിംപ്ലിഫൈഡ് കർട്ടൈൽമെൻറ്റ് റൂൾസ് ഫോർ എ കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം എല്ലാവർക്കും അറിയാമല്ലോ, മോർ ദാൻ വൺ സപ്പോർട്ടിലാണ് കണ്ടിന്യൂസ് ബീം. ആ കണ്ടിന്യൂസ് ബീമിൽ നമ്മൾ ഈ കാണുന്ന ബോട്ടത്തിലുള്ള ബാർ എവിടം വരെ കർട്ടൈൽ ചെയ്യാം. ഞാനിപ്പോൾ പോയിന്റ് ചെയ്തേക്കുന്നതാണ് ബോട്ടം ബാർ. ഞാൻ ഈ കാണുന്ന ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഗ്രീൻ ഹൈലൈറ്റ് ചെയ്ത പോർഷനാണ് ബോട്ടം ബാർ. അത് നമ്മൾ ഫുള്ള് നമ്മുടെ ബോട്ടം സ്പാൻ വരെ നമ്മളത് ചെയ്തിട്ടില്ല. അതുപോലെ ടോപ്പ് ബാർ ആയാലും ഈ കാണുന്ന ഹൈലൈറ്റഡ് പോർഷൻ ടോപ്പ് ബാർ. ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ കൊടുത്തിട്ടുള്ളൂ അല്ലേ, അതായത് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ കൊടുത്തിട്ടില്ല. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ഇതെല്ലാം കൊടുത്തിട്ടുള്ളൂ അല്ലേ, ഈ കാണുന്ന പോർഷനിൽ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് ഈ ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണെന്ന് പറഞ്ഞു തരുന്നതാണ് നമ്മുടെ SP34. കാരണം നമുക്ക് നോക്കാൻ പറയാം, ഈ കാണുന്നത് സെൻട്രൽ നിന്നും 0.1 ഓഫ് L1 വിച്ച് ഈസ് ദ എഫക്റ്റീവ് സ്പാൻ ഓഫ് ദി ഫസ്റ്റ് സ്പാൻ. അതുപോലെ ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഫേസ് ഓഫ് ദി കോളത്തിൽ നിന്നും 0.25 L1. ഇപ്പോൾ L1 എന്ന് പറയുന്നത് എന്താണ്, ആ കാണുന്ന ഫിഗറിൽ നമ്മൾ കാണുന്ന എഫക്റ്റീവ് സ്പാൻ L1 ആയിരിക്കും. ഇവിടെ നോക്കാൻ പറയും 100% ബാർ, 20% ബാർ എന്ന് പറയും. 100% എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന എല്ലാ ബാറും അവിടെ നമ്മൾ ആ ഡിസ്റ്റൻസ് വരെ കൊടുക്കണമെന്നാണ്. ഇതിൻ്റെ ബേസിക് റൂൾ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് തന്നെ കിട്ടും. അതായത് ഒരു കണ്ടിന്യൂസ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ വയ്ക്കുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും അല്ലേ. ബോട്ടത്തിൽ പോസിറ്റീവ്, ടോപ്പ് സപ്പോർട്ടിൻ്റെ ടുവേർഡ്സ് നെഗറ്റീവ് വരും. അവിടെയാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് വരും. ഈ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം വരുന്ന പോർഷൻസിലാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ബാർസ് കർട്ടൈൽ അല്ലെങ്കിൽ അവിടം വരെയാണ് കൊടുക്കാനുള്ളത്. ഈ കാണുന്ന റെഡ് മാർക്സ് എല്ലാം അവിടം വരെ മതി. കാരണം ബാക്കിയുള്ള സ്ഥലത്ത് എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ബോട്ടത്തിൽ കൊടുക്കണം. ഈ റൂൾസ് എല്ലാം നമ്മൾ നമ്മുടെ SP34 ഹാൻഡ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ബൈ ഹാർട്ട് ചെയ്താൽ നമ്മൾ അത് വെച്ച് വേണം നമ്മുടെ CAD ഡ്രോയിങ് വരയ്ക്കുവാൻ. ഓക്കെ, എഗെയിൻ നമുക്കറിയാം ആ കാണുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ടോപ്പിൽ കാണുന്ന അത്രയും ഏരിയയിൽ ബോട്ടത്തിലാണ് മാക്സിമം പോസിറ്റീവ് വരുന്നത്. ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ പോർഷനിൽ ടോപ്പ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അളവ് കുറയ്ക്കാം. അതുപോലെ സപ്പോർട്ടിലോട്ട് പോകുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് ടോപ്പിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, ബോട്ടം റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ കുറയ്ക്കാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ എവിടം വരെ ബാർ കൊടുക്കുന്നു അതിന് പറയുന്ന പേരാണ് കർട്ടൈൽമെൻറ്റ്. 100% ഉണ്ടെങ്കിൽ അവിടെ 100% നമ്മൾ ആ ബാർ അവിടെ കൊടുത്തിരിക്കണം. ഈ കാണുന്ന 30%, 20% ഒക്കെ അലൗബിൾ ആണ്. പക്ഷേ നമ്മൾ ആസ് പെർ ഡിസൈൻ അനുസരിച്ച് 50% ഓഫ് ബാർസ് ആയിരിക്കും നമ്മൾ കട്ടൈൻമെൻറ്റ് ഇല്ലാത്ത പോർഷനിലേക്ക് കൊടുക്കുന്നത്. വാട്ട് യു മീൻ ബൈ എഫക്റ്റീവ് സ്പാൻ? എഫക്റ്റീവ് സ്പാൻ L1 വെച്ചിട്ടാണ് 0.1 L1 വിച്ച് ഈസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി
column and also 0.25 L1 which is from the face of the column എന്ന് പറഞ്ഞത്. സോ ബേസിക്കലി എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഫസ്റ്റ് നമ്മൾ ബേസിക് ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പഠിക്കാം. എന്താണ് ക്ലിയർ സ്പാൻ? അതായത് നമ്മൾ കാണുന്ന കോളത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ബീംസ് വരുന്നത്. ആ ഒരു കോളത്തിൻ്റെ ഒരു ഫേസ് തൊട്ട് മറ്റേ ഫേസ് വരെയുള്ള ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ക്ലിയർ സ്പാൻ. ഓക്കെ, നൗ വാട്ട് ഈസ് എഫക്റ്റീവ് സ്പാൻ എന്നുള്ളത് നമ്മുടെ IS 456 2000 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എഫക്റ്റീവ് സ്പാൻ ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് ഓഫ് ദി ടു, അല്ലേ? ഇതിലേതെങ്കിലും ഒന്നിൻ്റെ മിനിമം ഡിസ്റ്റൻസ് ആയിരിക്കും, വിച്ച് ഈസ് നമ്മുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓർ ദി ക്ലിയർ സ്പാൻ ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ്, അല്ലേ? അതിൻ്റെ ഓർ ഇറ്റ് വിൽ ബി ദ സെൻറ്റർ ടു സെൻറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ കോളത്തിൻ്റെ സെൻറ്റർ ടു നെക്സ്റ്റ് കോളത്തിൻ്റെ സെൻറ്റർ വരെ ആയിരിക്കും. ആൻഡ് അതർ തിങ് ഈസ് ദ ക്ലിയർ സ്പാൻ വിച്ച് ഈസ് ദ ഫേസ് ടു ഫേസ് ഡിസ്റ്റൻസ് പ്ലസ് ദി എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി ബീം. Okay, what do you mean by effective depth? If D is the overall depth of the beam, effective depth will be the overall depth minus the effective cover. അതായത് നമ്മുടെ ക്ലിയർ കവർ പ്ലസ് ബോട്ടം റീഇൻഫോഴ്സ്മെന്റ് ഹാഫ് ആയിരിക്കും. സോ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുന്നത്. കാരണം എഫക്റ്റീവ് സ്പാനിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കർട്ടൈലിംഗ് കൊടുക്കുന്നത്. So now you understand what is clear span and effective span. Now we can go to SP34, and based on the effective span the value we are basically finding the curtailment. So here in SP34 if you can see the bottom curtailment is at a distance of 0.1 times the effective span of the first സ്പാൻ. അതായത് ഇപ്പോൾ കാണുന്ന ഈ പോയിന്റ് ചെയ്തേക്കുന്ന സ്പാൻ ഇല്ലേ, ആ ഡിസ്റ്റൻസ് ഇല്ലേ, ആ മുകളിൽ ക്ലിയർ സ്പാൻ ചെയ്തിരിക്കുന്ന അതിൻ്റെ എഫക്റ്റീവ് സ്പാൻ ഫസ്റ്റ് കണ്ടുപിടിക്കും, അല്ലേ? ആ എഫക്റ്റീവ് സ്പാനിൻ്റെ 0.1 ടൈംസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി കോളം, ആ ഡിസ്റ്റൻസ് വരെ ആയിരിക്കണം നമ്മൾ ബോട്ടം ബാറ് കട്ടയർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഫുൾ സപ്പോർട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. Similarly, top reinforcement will be starting from the support of the column and it will be at a distance of 0.25 times or L/4 times the effective span of the considered span. ഓക്കെ, അവിടം വരെ അത് കണ്ടറി കാണുന്ന ആ പോർഷൻ വരെ അത് ആവശ്യം. കാരണം എന്താണ്? നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം എത്തിയുന്ന ആ പോർഷനിൽ 0 ആവും. അതിനുശേഷം വീണ്ടും അത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം വാല്യൂ ആയിട്ടുള്ള പോസിറ്റീവിലേക്ക് വരും. Similarly, for the other support which is the intermediate support, here the effective curtailment of the top reinforcement will be 0.25 times and the bottom will be 0.15 L1 ആയിരിക്കും. നേരത്തെ മറ്റേ എൻഡ് സപ്പോർട്ട് 0.1 ആണെങ്കിൽ ഈ സൈഡിൽ അത് 0.15 ടൈംസ് ഓഫ് ദി L1 ആയിരിക്കും. Similarly, for the other side it will be different ആയിരിക്കും. Okay, it will be having the effective span of the other span ആയിരിക്കും എടുക്കുന്നത്. അതായത് 0.15 L2 ടോപ്പിൽ അത് 0.25 L2 എടുക്കേണ്ടി വരും. സോ അടുത്തതായിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും പഠിക്കുന്നത്. അതായത് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്സിലൊക്കെ നോർമലി ബീംസ് സപ്പോർട്ട് ചെയ്യുന്നത് ബ്രിക്ക് വാൾസിൻ്റെ എബോവ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് വിൽ ബി എൻ എക്സാമ്പിൾ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും. സോ അവിടുത്തെ കേസിൽ കർട്ടൈൽമെൻറ്റ് ഓഫ് ബോട്ടം ബാർസ് വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.08 ഫ്രം ദി ഫേസ് ഓഫ് ദി ബ്രിക്ക് വാൾ. അവിടെ 100% ബാറും കട്ട് ചെയ്തിട്ട് ബാക്കി 50% ആയിരിക്കും നമ്മൾ സപ്പോർട്ടിലേക്ക് കൊടുക്കുന്നത്. അതായത് ഇഫ് ദർ ആർ 4 നമ്പർ ഓഫ് 60 mm ബാർസ് നമ്മൾ എന്ത് ചെയ്യും? 2 ആ ഡിസ്റ്റൻസിൽ കട്ട് ചെയ്യും. ആൻഡ് ഓൾസോ ടോപ്പിൽ മിനിമം 2 നമ്പർ ഓഫ് ബാർസ് എങ്കിലും കൊടുക്കണം. ഫോർ വാട്ട്? സോ ദാറ്റ് വി ക്യാൻ പ്രൊവൈഡ് ദി സ്റ്റിറപ്സ്. So next we mainly study about, so now we know that curtailment, now we study about how to provide the development length and lapping for a reinforcement bar. So this will be help you to understand better because നമുക്ക് ഡ്രോയിങ് വരയ്ക്കാൻ കർട്ടൈൽമെൻറ്റ് ഡിസ്റ്റൻസ് മനസ്സിലാവും, ബട്ട് കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് മനസ്സിലാക്കാൻ വാട്ട് യു മീൻ ബൈ ഡെവലപ്മെൻറ്റ് ലെങ്ത്, വാട്ട് യു മീൻ ബൈ ലാപ്പ് ലെങ്ത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.
We already know development length എന്ന് പറയുന്നത് എന്താണ്? Extra length of bar provided inside the structural member for anchorage. അതായത് നമ്മൾ എന്ത് പറയും, ബെറ്റർ ഗ്രിപ്പിങ്ങിനും ബോൺ സ്ട്രെങ്തിനും വേണ്ടി കൊടുക്കുന്ന ആ എക്സ്ട്രാ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഡെവലപ്മെന്റ് ലെന്ത്. IS 456-ന് അതിൻ്റെ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ബേസ്ഡ് ഓൺ ദ ഡയമീറ്റർ ഓർ ദ ആക്യുറേറ്റ് വാല്യൂ ഈസ് ഗിവൺ ഇൻ SP16 പറയുന്നുണ്ട്. സോ ഈ കാണുന്ന ഡിസ്റ്റൻസ് ഫ്രം ദി ഫേസ് ഓഫ് ദി കോളം ടുവേഴ്സ് ഇൻസൈഡ് ദ കോളത്തിൻ്റെ ആ ഡിസ്റ്റൻസ്, ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഡെവലപ്മെൻറ്റ് ലെന്ത്. സോ ഇതും നമ്മുടെ ഡ്രാഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരയ്ക്കേണ്ടതാണ്. സോ നോർമലി നമ്മൾ ഒന്നെങ്കിൽ അത് കറക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് ടിപ്പിക്കൽ കാണിച്ചിട്ട് അതിൻ്റെ വാല്യൂസ് നമ്മൾ സൈഡിലത്തെ നമ്മുടെ നോട്ട്സിൽ മെൻഷൻ ചെയ്യണം. യൂഷ്വലി 50 ടൈംസ് D ആണ് തമ്പ് റൂൾ അനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് ലെന്ത്. ആൻഡ് ആസ് പെർ എർത്ത് ഡിസൈൻ കോഡ് ആണെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് ദിസ് നമ്പർ ഓഫ് ഡെവലപ്മെൻറ്റ് ലെന്ത്. ആൻഡ് അനദർ ലെന്ത് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻസൈഡ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഈസ് കാൾഡ് ആസ് ലാപ്പ് ലെന്ത് എന്ന് പറയും. ആൻഡ് യൂഷ്വലി റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസിൻ്റെ ലെന്ത് വിൽ ബി, സോ ദ പൊസിഷൻ ഓഫ് ലാപ്പിംഗ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ലാപ്പിംഗ് എവിടെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. സോ ഇറ്റ്സ് എ ബേസിക് ടെക്നിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സോ ഇത് നമുക്ക് സൈറ്റിലെ ഡ്രോയിങ് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് എവിടെയാണോ മാക്സിമം മൊമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, ഏതർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ആ റീജിയൻസിലൊന്നും ലാപ്പിങ്സ് കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്, അവിടെ ആയിരിക്കും കൂടുതലും ഫ്ലക്ഷൻ വരുന്നത്. സോ ദിയർ വിൽ ബി മോർ ചാൻസസ് ഓഫ് ഫെയിലിയർ ആണ്. സോ ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നോക്കുക. അപ്പോൾ ടോപ്പിലാണ് മാക്സിമം മൊമെൻറ്റ് വരുന്നതും ബോട്ടത്തിൽ സെൻറ്ററിലാണ് നമ്മൾ മാക്സിമം പോസിറ്റീവ് മൊമെൻറ്റ് വരുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ഈ റീജിയനിലായിരിക്കും മോസ്റ്റ് ഐഡിയൽ ടു പ്രൊവൈഡ് ലാപ്പിംഗ് ഫോർ ടോപ്പ് സൈഡും, ആൻഡ് ബോട്ടം സൈഡ് ദ മോസ്റ്റ് ഐഡിയൽ വിൽ ബി ടുവേഴ്സ് ദി സപ്പോർട്ടാണ്. ഒരുപാട് ക്ലോസ് ആവാൻ പാടില്ല സപ്പോർട്ടിലേക്ക്, ബട്ട് ഇറ്റ് ഈസ് മോർ ഐഡിയൽ കേസ് ആയിരിക്കും. വൈ? ബിക്കോസ് ഞാൻ കാണിച്ചിരിക്കുന്ന എക്സ് മാർക്ക് ചെയ്ത സ്ഥലത്താണ് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റും, ടുവേഴ്സ് ടോപ്പിൽ ടുവേഴ്സ് ദ സപ്പോർട്ട് സൈഡ്, ടോപ്സിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിരിക്കും. സോ വാട്ട് ഹാപ്പൻ, ദെയർ വിൽ ബി സ്നാപ്പിംഗ് ഉണ്ടാവും ആ പോർഷനിൽ കറക്റ്റ് നമ്മൾ ലാപ്പിംഗ് കൊടുത്താൽ. സോ ആൾവേസ് ട്രൈ ടു പ്രൊവൈഡ് ലാപ്പ് ലെങ്ത് ഡ്യൂറിങ് ദ ലേയിങ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. സോ ആൾവേസ് ചെക്ക് വെദർ ദിസ് ഏരിയ ഈസ് വെദർ ഈസ് ഹാവിങ് മാക്സിമം മൂവ്മെൻറ്റ് ഓർ നോട്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. So that's another thing which regarding the lapping and the distance, and which is to be discussed. കാരണം ഡ്രോയിങ്ങിൽ ജസ്റ്റ് ലാപ്പ് ലെന്ത് ഡീറ്റെയിൽസ് പറയത്തുള്ളൂ. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് അനദർ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ കൺസെപ്റ്റ് ഈസ് റിഗാർഡിംഗ് ദ സ്റ്റിറപ്സ് ആണ്. സോ സ്റ്റിറപ്സ് ആർ ദി കൺഫൈനിങ് ബാർസ്, നമുക്കറിയാം സ്റ്റിറപ്സ്. ആൻഡ് ആൾവേസ് മാക്സിമം ഷിയർ റെസിസ്റ്റ് ചെയ്യാനാണ് സ്റ്റിറപ്സ് കൊടുക്കുന്നത്. ഷിയർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എപ്പോഴും കണ്ടിന്യൂസ് ബീം ആയാൽ അതിൻ്റെ സപ്പോർട്ടിലായിരിക്കും, അല്ലേ? നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നോക്കുമ്പോൾ സപ്പോർട്ടിലായിരിക്കും. മാക്സിമം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 times ദ ഓവറാൾ ഡെപ്തിൽ സ്റ്റിറപ്പിൻ്റെ ആ സ്പേസിങ് മാക്സിമം ക്ലോസ്ഡ് ആയിട്ട് വെക്കണം. അതായത് സ്പേസിങ് റെഡ്യൂസ് ചെയ്യണം. ബിക്കോസ് അവിടെയായിരിക്കും ഷിയർ കൂടുതലും റെസിസ്റ്റ് ചെയ്യേണ്ടി വരിക. സോ ദാറ്റ്സ് വൈ വി ആർ സീയിങ് മിക്ക ഡ്രോയിങ്സും നമ്മൾ സൈറ്റിൽ ലേ ചെയ്യുമ്പോഴും സ്റ്റിറപ്സ് ടുവേർഡ്സ് ദി ജോയിൻസ് ഓർ സപ്പോർട്ട്സിൽ ക്ലോസ് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ബേസിക്കലി അവിടെ ഷിയർ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് കേസിൽ ദർ ഈസ് നോ ഷിയർ ഫോഴ്സ് ഇൻ ദ സപ്പോർട്ട്, സോ വി ക്യാൻ പ്രൊവൈഡ് യൂണിഫോം ആയിട്ട് സ്പേസിങ് കൊടുക്കാൻ സാധിക്കും. ദിസ് വിൽ ബി ഡൺ ഇൻ ദ ഡ്രോയിങ് ആൾസോ. സോ നമ്മളിപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന കണ്ടിന്യൂസ് ബീമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ യൂഷ്വലി നമ്മുടെ ലാബ് എക്സാംസിനും നമ്മൾ ഒരു ടിപ്പിക്കലായിട്ട് ക്വസ്റ്റ്യൻ കാണും, ദാറ്റ് ഈസ് പ്രോപ്പർലി ഡീറ്റെയിൽഡ് എ 2-span continuous beam of dimensions 230 by 450 having the following reinforcement details എന്നുള്ളത്. ഇതിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ നമ്മുടെ ഓട്ടോകാഡ് ഡ്രോയിങ് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ മിഡ് സ്പാനിലുള്ള ബാർസ്, ടോപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ്, ബോട്ടം സപ്പോർട്ടിലുള്ള ബാർസ്, സ്റ്റിറപ്പിൻ്റെ സ്പേസിങ്സ്, ഇതെല്ലാ ഡീറ്റെയിൽസും. മാത്രമല്ല 2 സ്പാനാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. ഫസ്റ്റ് സ്പാനിൻ്റെ ക്ലിയറും ദാറ്റ് ഈസ് എ ഫേസ് ടു ഫേസ് ഡിസ്റ്റൻസും, അതുമാതിരി സെക്കൻഡ് സ്പാനിൻ്റെ ക്ലിയർ ആയ 2.7 ഡിസ്റ്റൻസും, ആൾസോ ദ കോളത്തിൻ്റെ കണ്ടീഷൻസ് എല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. സോ ആൻഡ് also in this question I am also giving the figures which you have to refer from SP34 so that നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഫിഗേഴ്സ് നോക്കിയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും.